ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ക്രോസിംഗ് ഓഫ് ചെക്ക്. ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ഡ്രോ ടു ലൈൻസ് ട്രാൻസ്ഫേഴ്സ് പാരലൽ ഓൺ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദി ചെക്ക്. It directs the bank to deposit the money directly into the account and not to be pay cash at the bank counter. ഈ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുകയാണെങ്കിൽ ഡ്രോ ചെയ്ത് കൊടുക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഈ ചെക്കിൻ്റെ ലെഫ്റ്റ് കോർണറിൽ പാരലലായിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കുക എന്നതാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എമൗണ്ട് നേരിട്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ബാങ്ക് കൗണ്ടറിൽ എമൗണ്ട് നൽകാതിരിക്കാനുമുള്ള ബാങ്കിനെ ഇത് നിർദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത്. എ ക്രോസിംഗ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ടു ദി പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ടു എ പർട്ടിക്കുലർ ബാങ്കർ ആൻഡ് നോട്ട് ഓവർ ദി കൗണ്ടർ. ദ ക്രോസിംഗ് ഓഫ് ദ ചെക്ക് സെക്യൂർ ദ പേയ്മെൻറ്റ് ടു എ ബാങ്ക്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു ക്രോസിംഗ് എന്നത് എമൗണ്ട് അടയ്ക്കുന്ന ബാങ്കർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ചെക്ക് നൽകാനുള്ള അല്ലെങ്കിൽ ചെക്കിൻ്റെ തുക നൽകാനുള്ള നിർദ്ദേശമാണ് ക്രോസിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്കിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ അത് സെക്യൂർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ആ കൗണ്ടർ എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ കൗണ്ടറിൽ ചെന്നിട്ടല്ല നമ്മൾ എമൗണ്ട് അടയ്ക്കേണ്ടത്. അങ്ങനത്തെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ജനറൽ ക്രോസിംഗ്. ചെക്ക് ബിയേഴ്സ് across its face on addition of two parallel transverse line. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്വേഴ്സ് ലൈനുകളുടെ ഒരു കൂട്ടിച്ചേർക്കൽ, അതിനെയാണ് നമ്മൾ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. രണ്ട് പാരലൽ ലൈൻസുകളുടെ ട്രാൻസ്വേഴ്സുകളെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഈ പറയുന്ന ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ ക്രോസിംഗ്. ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇറ്റ്സ് ഫേസ് ഓൺ അഡീഷൻ ഓഫ് ദ ബാങ്കർ നെയിംസ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുകയാണെങ്കിൽ ബാങ്കറിൻ്റെ നെയിമിൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ അതിൻ്റെ ഫേസിനുടനീളം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഈ ചെക്കിൽ ബാങ്കറുടെ നെയിം, ആ നെയിമിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലാണ് ഈ ഒരു ചെക്കിൽ എല്ലായ്പ്പോഴും വരുന്നത്. ദെൻ restrictive crossing. It directs the collecting banker that he needs to credit the amount of check only to the account of the payee. ഇവിടെ റെസ്ട്രിക്റ്റീവ് ക്രോസിങ്ങിന് നമ്മൾ അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്നും പറയുന്നു. റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ചെക്കിൻ്റെ എമൗണ്ട് അടച്ചയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം ക്രെഡിറ്റ് ചെയ്യണമെന്ന് ബാങ്കിനെ നിർദ്ദേശിക്കുക. നെക്സ്റ്റ്, നോൺ നെഗോഷ്യബിൾ ക്രോസിംഗ്. ഇറ്റ് ഈസ് വെൻ ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ആർ റിട്ടൺ ബിറ്റ്വീൻ ദ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ. ഇവിടെ പറയുന്നത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനുകൾക്കിടയിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന വാക്കുകൾ എഴുതുമ്പോഴാണ് അവിടെ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡബിൾ ക്രോസിംഗ്. വെൻ എ ചെക്ക് ബിയേഴ്സ് ടു സ്പെഷ്യൽ ക്രോസിംഗ് ഈസ് കാൾഡ് ഡബിൾ ക്രോസിംഗ്. ഇൻ ദിസ് സെക്കൻഡ് ബാങ്ക് ആക്ട് ആസ് എ ഏജന്റ് ഓഫ് ദ ഫസ്റ്റ് കളക്റ്റിംഗ് ബാങ്കർ. ഇറ്റ് ഈസ് മെയ്ഡ് വെൻ ദ ബാങ്കർ ഇൻ whose favor the check is crossed does not have branch where the check is paid. ഇവിടെ ഡബിൾ ക്രോസിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെക്ക് തന്നെ രണ്ട് സ്പെഷ്യൽ ക്രോസിംഗ് ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ബാങ്കിൽ
ആദ്യത്തെ കളക്ഷൻ ബാങ്കറുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ചെക്ക് ഡ്രോ ചെയ്യുന്ന ബാങ്കർക്ക് ആ ചെക്കിലൂടെ അടയ്ക്കുന്ന എമൗണ്ട് അത് ബ്രാഞ്ച് ഇല്ലാത്ത സമയത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് ഡ്രോ ചെയ്യുന്ന ടൈമിൽ ബാങ്കർക്ക് ആ ചെക്ക് അടയ്ക്കുന്ന ബ്രാഞ്ച് ഇല്ലാത്ത സമയത്താണ് ഈ ഒരു ഡബിൾ ക്ലോസിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ജനറൽ ക്ലോസിംഗ്, സ്പെഷ്യൽ ക്ലോസിംഗ്, റെസ്ട്രിക്റ്റീവ് ക്ലോസിംഗ്, നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ്, ദെൻ ഡബിൾ ക്ലോസിംഗ്. നെക്സ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് is a method used by an individual to make a transfer payment from one bank account to another bank account. Demand draft differ from regular normal check in that they do not require the signature to be cashed. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ DD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് നടത്താൻ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ സാധാരണ പരിശോധനയിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ക്യാഷ് നമ്മൾ പേയ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ക്യാഷിൽ ഒരു സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കേസിൽ. നെക്സ്റ്റ്, എൻഡോഴ്സ്മെൻറ്റ്. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെക്ക് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് എക്സാമിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് ചെക്ക് എന്നും എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതിൻ്റെ ഡിഫറൻസ് ഏതൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഡിമാൻഡ് ഡ്രാഫ്റ്റ് 2 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നെഗോഷ്യബിലിറ്റി. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ എയ്തർ ബൈ മിയർ ഡെലിവറി ഓർ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. ഓൾ ഓർഡേഴ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രാൻസ്ഫറബിൾ ഓൺലി ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒരു പ്രധാന ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ സവിശേഷതകളിൽ ഒന്നാണ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് കേവലം ഡെലിവറി വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗീകാരത്തിലൂടെയോ ഡെലിവറിയിലൂടെയോ ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഓർഡറും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസുകളും, പിന്നെ ഓർഡേഴ്സ്, ഇൻസ്ട്രുമെൻസുകൾ, അതുപോലെ തന്നെ അംഗീകാരം, ഇതൊക്കെ ഡെലിവറിയും വഴിയാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെലിവറി വഴിയോ അംഗീകാരത്തിലൂടെയോ ഡെലിവറിയിലൂടെയോ ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയുന്ന പ്രോസസ്സ്. ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ നെഗോഷ്യബിലിറ്റീനെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയുന്ന പ്രോസസ്സ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലാബിലിറ്റി ഓഫ് എൻഡോഴ്സർ. ലാബിലിറ്റി ഓഫ് എൻഡോഴ്സർ എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്നുണ്ട്. 4 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ നന്നായിട്ട് നോക്കുക. അതിൻ്റെ സിമ്പിളായുള്ള പോയിൻറ്റ്സാണ് നമ്മളിവിടെ പറയുന്നുള്ളത്. ഒരു മിനിമം 5-4 പോയിൻ്റെങ്കിലും എഴുതി വയ്ക്കുക. ലാബിലിറ്റി ഓഫ് എൻഡോഴ്സർ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ബൈ എൻഡോഴ്സിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദ എൻഡോഴ്സർ impliedly promises that on due presentation the instrument will be accepted and paid. ഈ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ എൻഡോഴ്സ്മെൻറ്റിലൂടെ ഉചിതമായ പ്രസൻറ്റേഷനിൽ ഇൻസ്ട്രുമെൻ്റ് സ്വീകരിക്കുകയും എമൗണ്ട് അടയ്ക്കുകയും ചെയ്യുമെന്ന് എൻഡോഴ്സറിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ, ഇൻ കേസ് ഓഫ് ഡിസ്ഹോണർ ഓഫ് ബിൽ ദ എൻഡോഴ്സർ വിൽ കോമ്പൻസേറ്റ് ദ ഹോൾഡർ പ്രൊവൈഡഡ് ദ നോട്ടീസ് ഓഫ് ഡിസ്ഹോണർ ഈസ് ടു ബി ഗിവൺ. ഇവിടെ ബിൽ ഓഫ് ഡിസ്ഹോണറിൻ്റെ കേസിൽ എൻഡോഴ്സർക്ക് കോമ്പൻസേഷൻ നൽകുകയും അത് എന്തെങ്കിലും ഒരു ഡിസ്ഹോണർ നോട്ടീസ്, ആ നോട്ടീസിനനുസരിച്ചിട്ടാണ് അവിടെ ആ കോമ്പൻസേഷൻ നൽകേണ്ടത് എന്നാണ് പറയുന്നത്. ഹി വിൽ നോട്ട് ഡെനി ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ദ ജെന്യൂനെസ് ഓർ regularity of a drawer signature and endorsement. ഇവിടെ ഒരു ഡ്രോയറുകളുടെ സൈനിൻ്റെയും
എൻഡോഴ്സ്മെൻറ്റിൻ്റെയും ആത്മാർത്ഥതയോ കൃത്യതയോ അദ്ദേഹം യഥാസമയം ഒരു ഹോൾഡറിനെ നിരസിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ലയബിലിറ്റി ഓഫ് എൻഡോഴ്സർ ക്യാൻ ബി എക്സ്ക്ലൂഡഡ് ബൈ എ സ്പൈറ്റ് കോൺട്രാക്ട് ടു ദി കോൺട്രറി. ഇവിടെ എൻഡോഴ്സറുടെ ലയബിലിറ്റി ഒരു സ്പൈറ്റ് കോൺട്രാക്റ്റിന് വിരുദ്ധമായിട്ട് ഒഴിവാക്കാനാകുമെന്നാണ് പറയുന്നത്. വെൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പെയ്ഡ് ടു ഡ്യൂ കോസ് ദി എൻഡോഴ്സർ ഈസ് റിലീവ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി. ഇവിടെ ഇൻസ്ട്രുമെൻ്റ് യഥാസമയം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എൻഡോഴ്സ്മെൻറ്റിന് അയാളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ലയബിലിറ്റീസ് ഓഫ് എൻഡോഴ്സർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ്. ആൻഡ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് അഥവാ ഇ പേയ്മെൻറ്റ് ഇൻ ഷോർട്ട് can be simply defined as paying for goods or services on the internet. It includes all financial operations using electronic device such as computer, smartphone or tablet. Electronic payment come with the various methods like credit or debit card payments or bank transfer. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഗുഡ്സ്, അതുപോലെ തന്നെ പ്രോഡക്ട്സ്, അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ത്രൂ ഓൺലൈൻ അല്ലെങ്കിൽ ത്രൂ ഇൻ്റർനെറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലൊക്കെ നമ്മൾ എന്താണ് ഇൻ്റർനെറ്റിലൂടെ പേ ചെയ്യുക. അപ്പോൾ അത്തരം പേയ്മെൻറ്റ്സിന് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നു. ഇറ്റ്സ് ഇൻക്ലൂഡ് ഓൾ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസസ്. എല്ലാ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസും ഇലക്ട്രോണിക്കലി ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മേടിക്കുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ ഇ പേയ്മെൻറ്റ് അഥവാ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സച്ച് ആസ് കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആവാം, ടാബ്ലറ്റ് ആവാം. അങ്ങനെ ടാബ്ലറ്റോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ യൂസ് ചെയ്ത് അതിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ എന്താണ് പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസിനെ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നു. ഈ പേയ്മെൻറ്റ്സ് കം വിത്ത് ദ വേരിയസ് മെത്തേഡ് ലൈക്ക് ദ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഇൻ ബാങ്ക് ട്രാൻസ്ഫർ. ഇവിടെ ബാങ്കിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക്കലി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാർഡുകളാണ് ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും. പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും ഒക്കെ ആണെങ്കിലൊക്കെ അവിടെ എന്താണ് നമുക്ക് ഈ ബാങ്കിലെ കാർഡ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും. ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് അഥവാ ഇ പേയ്മെൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് നമുക്കറിയാം, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ എന്താണ് ഇലക്ട്രോണിക്കലി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഏതൊക്കെ രീതിയിലുള്ള ഐറ്റംസ് ആണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കാർഡ്. ഈ കാർഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ATM കാർഡ് ആവാം, ഡെബിറ്റ് കാർഡ് ആവാം, ക്രെഡിറ്റ് കാർഡ് ആവാം, സ്മാർട്ട് കാർഡ് ആവാം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇലക്ട്രോണിക്കലി പേയ്മെൻറ്റ് നടത്താൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് വഴി ATM കാർഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു എമൗണ്ട് പെട്ടെന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ എന്താണ് ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാം, ഡെബിറ്റ് കാർഡിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിലൂടെ ഒക്കെ നമുക്ക് ഗുഡ്സുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ പ്രോഡക്ട്സിനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. അത് കാരണം കൊണ്ട് തന്നെ നമ്മളിവിടെ ഇലക്ട്രോണിക് പേയ്മെൻറ്റിലെ ഏറ്റവും ഒരു കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് ഈ പറയുന്ന കാർഡ്. ATM കാർഡ് ആണെങ്കിലും ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഗുഡ്സിനെ പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രോഡക്റ്റിന് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ത്രൂ ഔട്ട് ദി ഇൻ്റർനെറ്റ്, ത്രൂ ഔട്ട് ദി നെറ്റ്വർക്കിലൂടെ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുക, ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അപ്പോൾ അതിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ത്രൂ ഔട്ട് ദ ഇൻ്റർനെറ്റ് കണക്ഷൻസിലൂടെ നമുക്ക് എന്താണ് ഈ പറയുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. ദെൻ നെക്സ്റ്റ് മൊബൈൽ പേയ്മെൻറ്റ്. മൊബൈൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഇപ്പോഴത്തെ കുറേ ആപ്പുകൾ വന്നിരുന്നു, ഈ പറയുന്ന ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഫോൺ പേ, പിന്നെ ഭീം,
അങ്ങനെ ഒരു നിരവധി ആപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോണിലൂടെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള എല്ലാ ഫെസിലിറ്റീസും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം എന്ന് വെച്ചാൽ മൊബൈലിലൂടെ നമുക്ക് എന്താണ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് നടത്താൻ പറ്റുന്ന കാര്യങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെത്തേഡായിട്ട് പറയുന്നുണ്ട്. മൊബൈലിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സർവീസ് കിയോസ്ക്. ഫിനാൻഷ്യൽ സർവീസ് കിയോസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ കമ്പനീസ്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ്, സെവറൽ കൺട്രീസ് എന്നുള്ള കമ്പനീസും അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സിംഗപ്പൂർ ആൻഡ് USA അങ്ങനത്തെ ഒരു എഡീഷനായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസ് കിയോസ്ക് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഈ കിയോസ്ക് എന്ന സംഭവം യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യലായിട്ട് നോൺ ഫിനാൻഷ്യൽ എല്ലാ ട്രാൻസാക്ഷൻസ് ആണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല സെവറൽ കൺട്രീസിന് അനദർ കൺട്രീസിനൊക്കെ നമുക്ക് എന്താണ് പേയ്മെൻറ്റ് സർവീസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നൊരു ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് സിസ്റ്റം കൂടിയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസ് കിയോസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെലിവിഷൻ സെറ്റപ്പ് ബോക്സസ് ആൻഡ് സാറ്റലൈറ്റ് റിസീവേഴ്സ്. ഇവിടെ ടെലിവിഷൻ സെറ്റപ്പ് ബോക്സ് അഥവാ സാറ്റലൈറ്റ് റിസീവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഈ ടെലിവിഷൻ അതുപോലെ ടെലിവിഷൻ സെറ്റപ്പ് ബോക്സിലൂടെയൊക്കെ നമ്മൾ നിരവധി കാര്യങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ആ കാണുന്നതിലൂടെ നമുക്ക് എന്താണ് ചില പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി അത് വരിക. അത് ഇലക്ട്രോണിക്കലി നമ്മൾ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത്തരം ഒരു മെത്തേഡാണ് ഈ പറയുന്ന ടെലിവിഷൻ സെറ്റപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ടെലിവിഷൻ സെറ്റപ്പ് ബോക്സിൽ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്താണ് അതിൻ്റെ വ്യൂ, ഈവൻ നമ്മളെ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെയോ അതുപോലെ തന്നെ അനദർ ചാനൽസിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ പ്രൊഡക്ട്സുകളൊക്കെ കാണുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുക, അതിലൂടെ ഇലക്ട്രോണിക്കലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ടെലിവിഷൻ സെറ്റപ്പ് ബോക്സസ് ആൻഡ് സാറ്റലൈറ്റ് റിസീവർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രസൻ്റ്ലി ലോ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകൾ അങ്ങനെ അത്തരത്തിൽ യൂസ് ചെയ്യുന്നൊരു കാലഘട്ടമല്ല ഇപ്പോൾ, നമുക്കറിയുന്നതാണ്. എന്താണ് ഒരു ഭൂരിഭാഗം ആളുകളും മൊബൈൽ ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ മൊബൈൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ യൂസ് ചെയ്തിട്ട് പോകുന്ന കാലഘട്ടമാണിത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക്കൽ TV മുഖാന്തരം നമുക്ക് എന്താണ് ഇലക്ട്രോണിക്കലി പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അല്ലെങ്കിൽ അതിലെ വ്യൂവേഴ്സ് പ്രകാരം ഈവൻ നമ്മൾ അതിൽ ഓരോ ചാനലിൽ വെക്കുന്ന വ്യൂവേഴ്സ് പ്രകാരം നമുക്ക് എന്താണ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബയോമെട്രിക് പേയ്മെൻറ്റ്. ഈ ബയോമെട്രിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബയോമെട്രിക് പേയ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻസ് മാർക്ക്, അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ആക്സസ് ടൂൾസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പേയ്മെൻറ്റ് സർവീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രോണിക്കലി അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് സർവീസ് കണ്ടക്ട് ചെയ്യുന്നതാണ് ബയോമെട്രിക് പേയ്മെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നെറ്റ്വർക്ക്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് അതുപോലെ തന്നെ അതർ ഇൻഡിവിജ്വൽസിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക്കലി പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മളെ ഈ ഓസ്ട്രേലിയ അതുപോലെ തന്നെ സിംഗപ്പൂർ കൺട്രീസിലാണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇവിടെ പറയുന്നത് എനേബിൾ ദി ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ബിറ്റ്വീൻ ദ ബിസിനസ് ആൻഡ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്. ദ കൺസ്യൂമർ ക്യാൻ ഗോ ഓൺലൈൻ ടു എ ഫിനാൻഷ്യൽ സർവീസ് കിയോസ്ക് or use other ഫ്രണ്ട് എൻഡ് ഡിവൈസസ് ആക്സസ് ചെയ്തിട്ടാണ് അതിലൂടെ നമ്മൾ ഈ അക്കൗണ്ട് ആക്സസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സാധ്യമാകുന്നത്. ഇത് മെയിനായിട്ട് ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ബിസിനസ്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസുമാണ്. നെക്സ്റ്റ്, പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ്. P2P പേയ്മെൻറ്റ് അഥവാ പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് അനദർ അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് യൂസ് ചെയ്യുക. അനദർ യൂസിങ് അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ P2P പേയ്മെൻറ്റ്സ് എനേബിൾ ദ വൺ ഇൻഡിവിജ്വൽ ടു പേ അനദർ യൂസിങ് ആൻ അക്കൗണ്ട്. അനദർ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അനദർ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് നടത്തുക എന്ന് വെച്ചാൽ പേഴ്സൺ ടു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അനദർ ഇൻഡിവിജ്വലിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുന്നതിനാണ് നമ്മൾ ഈ P2P പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പ്രീപെയ്ഡ് കാർഡ് ഓർ അനദർ മെക്കാനിസം ദയർ സ്റ്റോഴ്സ് വാല്യൂസ് എക്സെട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പ്രീപെയ്ഡ് കാർഡിൻ്റെ ഒരു മെക്കാനിസമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ P2P പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ്, പേഴ്സൺ അനദർ പേഴ്സണിലേക്ക് പേയ്മെൻറ്റ് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അനദർ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് P2P പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്
ക്രോസിംഗ് ഓഫ് ചെക്ക്, അതുപോലെ ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഓഫ് ചെക്ക്, ലാബിലിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഡെഫിനിഷൻ എന്താ വെച്ച് നോക്കുക. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റും ചെക്കും തമ്മിൽ ഡിഫറൻറ്റ്, എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്, ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് ടൈപ്സ് നമുക്ക് ഇനിയും എത്രയോ എഴുതി ചേർക്കുക. കാരണം ഞാൻ ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നതാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇന്നോവേറ്റീവ് ഫംഗ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. അതിൽ നോക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം നന്നായിട്ട് നോക്കുക. അതിൽ നമുക്ക് കുറേ കൂട്ടിച്ചേർക്കാൻ പറ്റും. കാരണം കാർഡ്സ് ഉള്ളിടത്ത് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ്, സ്മാർട്ട് കാർഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, പിന്നെ മൊബൈൽ പേയ്മെൻറ്റ്, ഓൺലൈൻ ബാങ്കിങ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇ പേയ്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞ ടോപ്പിക്കുകളാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.